ആ തന്നിരിക്കുന്ന കോയിൻസിന് ഒരു റേഷ്യോ ഉണ്ട്. അവരുടെ എണ്ണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റേഷ്യോയിലാണ് വെച്ചിരിക്കുന്നത്. എങ്ങനെ? 80ഉം 48ഉം. അപ്പൊ 80ഉം 48ഉം തമ്മിൽ ഗുണിക്കുക. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന അല്ലെങ്കിൽ ഏറ്റവും അവസാനം നടന്ന ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം എന്നുള്ള രീതിയിൽ LSG സെക്രട്ടറി പരീക്ഷയിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതിലേക്ക് എത്താനുള്ള എളുപ്പ മാർഗങ്ങളും ഒക്കെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ ആ ക്ലാസ് ഒന്ന് സേവ് ചെയ്ത് വെക്കുകയോ, അപ്പോൾ ആ ക്ലാസ്സിൽ പറയുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ മാർഗങ്ങളും ഒന്ന് എഴുതി വെക്കുകയോ പ്രത്യേക നോട്ടിലേക്ക് മാറ്റി വെക്കുകയോ, നിങ്ങൾ എന്തായാലും PYQ ചെയ്ത് നോക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചോളൂ. എന്തായാലും ഉപകാരപ്പെടും അല്ലെ. പൊതുവെ പരീക്ഷയെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ അതിനകത്ത് വന്ന GK പാട്ട് പോലെ ഒന്നും അത്രയും കട്ടിയായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല പരീക്ഷയിൽ വന്നത്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കുറച്ച് സമയം കളയുന്നതായിരുന്നു എന്നതൊഴിച്ചാൽ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പാർട്ടിൽ. നമുക്ക് 10 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പൊ ആ 10 ചോദ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആ 10ൽ 10ഉം അടിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ആ പരീക്ഷ അറ്റൻഡ് ചെയ്തവർ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെയാണ് സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ 10 ചോദ്യങ്ങളൊന്ന് നോക്കി വരാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് പുതുതായിട്ട് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറയാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: എ ബാഗ് കണ്ടെയ്ൻ 50 paise, 25 paise and 10 paise coins in the ratio 5:9:4 amounting to ₹206 എന്ന് വെച്ചാൽ എന്താണ്? 206 രൂപ ഒരു ബാഗിലാക്കി നമ്മൾ വെച്ചേക്കാണ്. പക്ഷെ എങ്ങനെയാണ് അത് 50 പൈസ, 25 പൈസ, 10 പൈസ കോയിൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന കോയിൻസിന് ഒരു റേഷ്യോ ഉണ്ട്. അവരുടെ എണ്ണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റേഷ്യോയിലാണ് വെച്ചിരിക്കുന്നത്. എങ്ങനെ? 5:9:4 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് ഈ എമൗണ്ട് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു റേഷ്യോയിൽ ഈ എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് 50, 25, 10 പൈസ കോയിൻസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫൈൻഡ് ദ നമ്പർ ഓഫ് 10 പൈസ കോയിൻസ് എന്നാണ്. അതിനകത്തുള്ള 10 പൈസ കോയിനുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യത്തെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനകത്ത് നിന്ന് 10 പൈസ നാണയങ്ങളുടെ എണ്ണം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ തന്നിരിക്കുന്ന രൂപകൾ അല്ലെ, ഇപ്പൊ രൂപയായിട്ടൊന്നുമില്ല, എല്ലാം പൈസ ആയിട്ടാണ്. അപ്പൊ അതിനകത്തുള്ള ഡിനോമിനേഷൻസ് ഏതൊക്കെയാ ഉള്ളത്? 50 പൈസ അല്ലെ, അതുപോലെ 25 പൈസ, അതുപോലെ 10 പൈസ. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ. അപ്പൊ ഇവരെ നമ്മളൊന്ന് രൂപയിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? 50 പൈസ എന്നുള്ളത് എന്തായിട്ട് മാറും? 0.5 എന്നെഴുതാം അല്ലെ, രൂപയിലേക്ക് മാറുകയാണെങ്കിൽ. ഭിന്നസംഖ്യയാക്കി എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ദശാംശ സംഖ്യയാണ് സൗകര്യം, അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പൊ 25 പൈസ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 0.5 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 0.25 എന്നായിരിക്കും അല്ലെ. 10 പൈസ ആണെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് 0.1 എന്ന് എടുക്കാം. 0.10 എന്ന് വേണമെങ്കിൽ എഴുതാം, 0.1ന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ കോയിൻസ് ഒക്കെ ഏത് റേഷ്യോയിലാണുള്ളത്? 5, 9, 4 റേഷ്യോയിലാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രേ ഉള്ളൂ? ഈ തന്നിരിക്കുന്ന മൂല്യങ്ങളില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടെത്തി വെച്ചിരിക്കുന്ന മൂല്യങ്ങളില്ലേ, ഇവരെല്ലാം ഈ ഒരു അംശബന്ധം കൊണ്ട്, ഇപ്പൊ 50 പൈസയുടെ അംശബന്ധം എന്ന് പറയുന്നത് 5 ആണല്ലോ, 5 കൊണ്ട് ഗുണിക്കുക. 25 പൈസയെ സൂചിപ്പിക്കുന്ന അംശബന്ധം 9 ആണ്. അതുപോലെ 10 പൈസയെ സൂചിപ്പിക്കുന്നത് 4 ആണ്. ഇവരെ ഒന്ന് ഗുണിച്ചെഴുതിയാലോ? ഇപ്പൊ 0.5ഉം 5ഉം തമ്മിൽ ഗുണിക്കുക. 5 × 5 25, ശരിയല്ലേ? എത്ര ഡെസിമല്? 1 ഡെസിമല്. അപ്പൊ നമുക്ക് ഇതിന് 2.5 എന്ന് എഴുതാം അല്ലെ. അത് കഴിഞ്ഞിട്ട് 0.25നെ 9 കൊണ്ട് ഗുണിക്കുക. 25നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 225 എന്ന് കിട്ടും. നമുക്ക് ഡെസിമൽ 2 സ്ഥാനം കൊടുക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ 2.25 എന്ന് എഴുതിയാൽ മതി അല്ലെ. ഇവിടെ വരുമ്പോ 0.1ഉം 4ഉം തമ്മിൽ ഗുണിച്ചാൽ 0.4 എന്ന തരത്തിൽ എഴുതാം. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവരെ അംശബന്ധത്തിലേക്ക് കൊണ്ടുപോകണം. ഇവർ തമ്മിലുള്ള അംശബന്ധം കണ്ടെത്തണം. അപ്പൊ അംശബന്ധത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഈ ദശാംശ സംഖ്യ നമ്മൾ പൊതുവെ അംശബന്ധത്തിനകത്ത് എഴുതാറില്ല, അതുകൊണ്ട് ഈ ദശാംശം ഒന്ന് മാറ്റണം. ഈ എല്ലാ സംഖ്യകളെയും പൂർണ്ണസംഖ്യകളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. ഇപ്പൊ പൂർണ്ണസംഖ്യകളാക്കി മാറ്റണമെങ്കിൽ ആദ്യം ഒരു ദശാംശ സ്ഥാനം, അടുത്തതിൽ നോക്കുമ്പോൾ 2 ദശാംശ സ്ഥാനം, അടുത്തതിൽ നോക്കുമ്പോൾ 1 ദശാംശ സ്ഥാനം, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്.
അപ്പൊ ദശാംശത്തെ നമുക്ക് പൂർണ്ണമായി ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഒഴിവാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? 2.25 ഒരു പൂർണ്ണസംഖ്യയാക്കാൻ എന്ത് ചെയ്യാടാ? ഒരു 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ഇതിനെ ഒരു 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇതിനെ 9 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇതിന് എത്ര എന്ന് എഴുതാം? 9 എന്ന് എഴുതാം. ഇപ്പൊ ഈ കാണുന്ന 2.5 നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 കൊണ്ട് ഗുണിക്കുകയാണെന്ന് വെച്ചോ. ഇവിടെ എത്ര കിട്ടും? നമുക്കൊരു 5 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് 0.4 നമ്മൾ എന്ത് ചെയ്യാണ്? എത്ര കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അതിനെ ഒരു പൂർണ്ണസംഖ്യ ആക്കണമെങ്കിൽ 10 കൊണ്ട് ഗുണിക്കണം. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഈ അംശബന്ധത്തെ നമ്മൾ തുല്യമാക്കാൻ ശ്രമിക്കും. പല സ്ഥലത്ത് പല നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ അടുത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് തന്നെ. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബാലൻസ് ആവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 മാറ്റിക്കോണേ 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2.5 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 10 എന്നായിരിക്കും അല്ലെ? അടുത്ത് ഇവിടെ വരുമ്പോഴും നമ്മളൊരു 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 0.4 4 കൊണ്ട് ഗുണിച്ചാൽ 1.6 എന്ന് കിട്ടും. ഇത്രയാണ് വരുന്നത്. അപ്പൊ 10, 9, 1.6 അല്ലെ? അപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് ദശാംശം മാറ്റാൻ പറ്റിയോ? ഇല്ല. ദശാംശം മാറ്റാൻ ഇനിയും ഉണ്ട് ജോലി. അപ്പൊ 1.6 എന്തുണ്ട്? ഒരു ദശാംശം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഇതുപോലെ തന്നെ ദശാംശം മാറ്റാൻ 10 കൊണ്ട് ഗുണിക്കാം. അപ്പൊ എല്ലാ സ്ഥലത്തും 10 കൊണ്ട് ഗുണിക്കുകയാണ്. 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100, 9നെ 10 കൊണ്ട് ഗുണിച്ചാൽ 90 അല്ലെ? 1.6നെ 10 കൊണ്ട് ഗുണിച്ചാൽ 16. അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിക്കുക, ഇതിനകത്ത് വന്നിരിക്കുന്ന 50 പൈസ, 25 പൈസ, 10 പൈസ കോയിൻസിന്റെ അളവ് അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത് ഏത് റേഷ്യോയിലാണുള്ളത്? 100:90:16 എന്ന റേഷ്യോയിലാണുള്ളത്. ഓക്കെ. അപ്പൊ നമ്മുടെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ആയ 206നെ നിങ്ങൾ ഈ ഒരു റേഷ്യോയിൽ 206നെ ഈ ഒരു റേഷ്യോയിൽ കട്ട് ചെയ്യുക. 100:90:16 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തിട്ട് 10ന്റെ മാത്രം എടുക്കാനല്ലേ? അപ്പൊ 100ഉം 90ഉം കൂടെ കൂട്ടുക. 190ഉം 16ഉം എത്രയായി? 206. അപ്പൊ 206നെ 206 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1 എന്നാണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ 10 പൈസയെ സൂചിപ്പിക്കുന്ന മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 16 യൂണിറ്റ് ആണ്. 16 യൂണിറ്റ്. 16 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 16 രൂപയാണ് കേട്ടോ. അപ്പൊ 16 രൂപയ്ക്ക് എന്തുണ്ട്? 10 പൈസ കോയിൻസ് ഉണ്ട്. അപ്പൊ 1 രൂപയിൽ എത്ര 10 പൈസ കോയിൻസ് ഉണ്ട്? 10 എണ്ണം. അപ്പൊ 16 രൂപയിൽ എത്ര എണ്ണം വരും? 16 × 10 എത്ര കിട്ടും? 160, 160 എന്ന് കിട്ടും. പിടികിട്ടിയോ? നല്ലൊരു ചോദ്യമാണ്. ഒന്ന് സമാധാനമായിട്ട് ആലോചിച്ച് ചെയ്യുക. അധികം ബേളം കാണിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതൊന്ന് കരുതിയിരിക്കുക. നമ്മൾ ചെയ്ത കാര്യത്രേ ഉള്ളൂ. 50 പൈസ എന്ന് വെച്ചാൽ എന്താണ്? 0.5 ആണ് അല്ലെ? 25 പൈസ എന്ന് വെച്ചാൽ എന്താണ്? 0.25 ആണ്. 10 പൈസ എന്ന് വെച്ചാൽ ആരാണ്? 0.1 ആണ്. അപ്പൊ അംശബന്ധം അനുസരിച്ച് 5, 9, 4 ആയതുകൊണ്ട് ഇവിടെ നമ്മളൊരു 5 കൊണ്ട് ഗുണിച്ചു, അടുത്ത് നമ്മളൊരു 9 കൊണ്ട് ഗുണിച്ചു, അടുത്ത് നമ്മളൊരു 4 കൊണ്ട് ഗുണിച്ചു അല്ലെ? 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന മൂല്യം 2.5 എന്നും, 9 കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന മൂല്യം 2.25 എന്നും അല്ലെ? ഇവിടെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന മൂല്യം 0.4 എന്നുമാണ്. അപ്പൊ ഇവരെല്ലാവരെയും നമുക്ക് ദശാംശം മാറ്റി എഴുതാനായിട്ട് എന്ത് വേണം? ദശാംശം മാറ്റണമെങ്കിൽ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ ആദ്യത്തെ ദശാംശം മാറും അല്ലെ? അടുത്തതില് പക്ഷെ 100 കൊണ്ട് ഗുണിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ പൂർണ്ണമായും നമുക്ക് ദശാംശം മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു 10 കൊണ്ട് ഗുണിക്കാം അല്ലെ? 10 കൊണ്ട് ഗുണിച്ചാലും അത് എന്താവണമെന്നില്ല, പൂർണ്ണമായിട്ട് എല്ലാവരും മാറുമോ? ഇല്ല. 100 കൊണ്ട് ഗുണിക്കേണ്ട ആവശ്യം എല്ലാ സ്ഥലത്തും വരുന്നുണ്ടോ? അതുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇവരെ പൂർണ്ണസംഖ്യയാക്കി മാറ്റാൻ ഇതിനകത്തുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പർ, ഇപ്പൊ 2.25 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് പൂർണ്ണസംഖ്യയാക്കാൻ ജസ്റ്റ് 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇത് എത്രയായി മാറിയിട്ടുണ്ടാവും? 9 ആയിട്ടുണ്ടാവും. അതേ 4 മുകളിലും നമ്മൾ ഗുണിച്ചു. അപ്പൊ എത്ര കിട്ടിയിട്ടുണ്ട്? 10 കിട്ടിയിട്ടുണ്ട്. അതേ 4 നമ്മൾ താഴെയും ഗുണിച്ചു. പക്ഷെ താഴെ മാത്രം അതൊരു പരാജയമായി പോയി. എന്താ? അത് 1.6 എത്തി നിന്നുപോയി. അപ്പൊ ആ 1.6നെ നമുക്ക് പരിഹരിക്കണം അല്ലെ? ആ ദശാംശം മാറ്റാനായിട്ട് അവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ നമ്പറിനെയും നമ്മൾ 10 കൊണ്ട് ഗുണിക്കുകയാണ്. 10 × 10 100 അല്ലെ? 9 × 10 90, 1.6 × 10 16. കണ്ടോ? അപ്പൊ 50 പൈസ, 25 പൈസ, 10 പൈസ എന്നിവ ഏത് റേഷ്യോയിലാണുള്ളത്? 100, 90, 16 എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ എത്രയേ ഉള്ളൂ? 206 ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 100 രൂപയ്ക്ക് 50 പൈസ, 90 രൂപയ്ക്ക് 25 പൈസ, 16 രൂപയ്ക്ക് 10 പൈസ, 16 രൂപയ്ക്ക് 10 പൈസ. അപ്പൊ ഈ 16 രൂപയിൽ എത്ര 10 പൈസ ഉണ്ട് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതിയടാ.
അല്ലെ? 1 രൂപയിൽ 10 എണ്ണം വെച്ചിട്ട് 16 രൂപയാകുമ്പോഴത്തേക്ക് 16 × 10 16 × 10 എത്രയാ? 160. കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. സിമ്പിൾ ആണ് പരിപാടി. ഓക്കെ. അപ്പൊ അടുത്തൊരു ചോദ്യം, അരുൺ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 80 days. He works at it for 10 days and then Anil alone finishes the remaining work in 42 days. In how much time will Arun and Anil working together finish the work? അത് മനസ്സിലായോ? അപ്പൊ അരുണിന്റെ സെപ്പറേറ്റ് സമയം നമുക്ക് തന്നിട്ടുണ്ട്. അരുണിന് ഈ ജോലി ചെയ്ത് തീർക്കാൻ 80 ദിവസം വേണം. എന്നാൽ അനിലിന് എത്ര ദിവസം എന്ന് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അരുൺ ഒരു 10 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ജോലി ആര് ചെയ്തു? അനില് 42 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അരുണിനും അനിലിനും കൂടി ഈ ജോലി പൂർണ്ണമായി ചെയ്യാൻ എത്ര ദിവസം വേണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആദ്യം കണ്ടെത്തേണ്ടത് ഇവരുടെ രണ്ടുപേരുടെയും സമയമാണ്. അതറിയാമെങ്കിൽ നമുക്ക് ഇവരുടെ രണ്ടുപേരെയും കൂടെ ചേർത്തുള്ള സമയം കണ്ടെത്താം. അപ്പൊ അരുണിന് ഒരു ജോലി ചെയ്യാൻ 80 ദിവസം വേണം, അല്ലെ? അപ്പൊ അരുണിന് എത്ര ജോലി? അരുണിന് ആ ജോലി പൂർണ്ണമായി ചെയ്തു തീർക്കാൻ 80 ദിവസം വേണം. അരുണാണെങ്കിൽ എന്ത് ചെയ്തെന്നറിയോ? ഇത് 10 ദിവസം അങ്ങ് ചെയ്തു. 80 ദിവസത്തെ ജോലി 10 ദിവസം ചെയ്തു, അല്ലെ? എന്നിട്ട് എത്ര ദിവസത്തെ ജോലി മിച്ചം ഉണ്ടായിരുന്നു? 70 ദിവസത്തെ ജോലി മിച്ചം ഉണ്ടായിരുന്നു. എന്നാൽ അരുണിന് 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലി അനിൽ ചെയ്തു തീർത്തത് എത്ര ദിവസം കൊണ്ടെന്നറിയാവോ? അനിൽ വെറും 42 ദിവസം കൊണ്ടാണ് ചെയ്തു തീർത്തത്. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ അരുൺ 70 ദിവസം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ജോലി അനിൽ ചെയ്തത് 42 ദിവസം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അരുൺ 70 ദിവസം കൊണ്ടാണ് ചെയ്തത്. അനിലിനാണെങ്കിൽ അത് എത്ര ദിവസം മതിയായിരുന്നു? ജസ്റ്റ് 42. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 7 ഇല്ലേടാ. അപ്പൊ നമുക്ക് ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലായി അരുൺ 10 ദിവസം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി അനിലിന് ചെയ്യാൻ എത്ര ദിവസം മതി? 6 ദിവസം മതി. മനസ്സിലായോ? രണ്ട് സ്ഥലത്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് അവരുടെ ഒരു കപ്പാസിറ്റി മനസ്സിലായി. അരുൺ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ശരിക്കും അനിലിന് എത്ര ദിവസം മതി? 6 ദിവസം മതി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അരുണില്ലേ 80 ദിവസം കൊണ്ട് ചെയ്ത ജോലി ഇല്ലേ? അരുൺ 80 ദിവസം കൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞ ജോലി ചെയ്യാൻ അനിലിന് എത്ര ദിവസം വേണം എന്നറിയാമോ? അരുൺ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണെങ്കിൽ അനിലിന് എത്ര ദിവസം മതി? 6 ദിവസം. അങ്ങനെയാണെങ്കിൽ 80 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണെങ്കിൽ 6 × 8 മതി. മനസ്സിലായോ? 10 ദിവസത്തിന് 6 ദിവസമാണെങ്കിൽ 80 ദിവസത്തിന് 8 × 6 6 8 48 ദിവസം മതി. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇത് കണ്ടുപിടിച്ചാൽ പിന്നെ സിമ്പിളാണ്. അപ്പൊ അരുണിന് 80 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അനിലിന് 48 ദിവസം മതിയടാ ചെയ്തു തീർക്കാൻ. മനസ്സിലായോ? അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദ്യം, അല്ലെ? അപ്പൊ ഇവർ രണ്ടുപേരും അരുണും അനിലും കൂടെ ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് കണ്ടെത്താൻ നമുക്ക് ഇക്വേഷൻ അറിയാം. AB / A + B പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ട്. AB എന്ന് വെച്ചാൽ ആരൊക്കെയാ? 80 ഉം 48ഉം. അപ്പൊ 80 ഉം 48ഉം തമ്മിൽ ഗുണിക്കുക, പിന്നെ 80 ഉം 48ഉം തമ്മിൽ കൂട്ടുക. 80 ഉം 48ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 128 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഈ നമ്പേഴ്സ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താലോ, അല്ലെ? ഇപ്പൊ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണെന്ന് വെച്ചോ, ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 എന്ന് കിട്ടും, അല്ലെ? 128ൽ എത്ര 8 ഉണ്ടെന്ന് അറിയാവോ? 120ൽ എത്ര 8 ഉണ്ട്? 15 എണ്ണം ഉണ്ട്, അല്ലെ? അപ്പൊ 128ൽ വരുമ്പോഴോ 16 എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ 80ഉം ഈ 16ഉം കൂടെ ക്യാൻസൽ ചെയ്തോളൂ. അപ്പൊ എത്ര കിട്ടൂടാ? 5 എന്ന് കിട്ടും. 5 × 6 5 6 30. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിച്ചു പിടിച്ചാൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും മക്കളെ? 30 ദിവസത്തിൽ കംപ്ലീറ്റ് ആവും. തെറ്റിപ്പോകരുത്. നല്ല ചോദ്യമാണ്. അപ്പൊ ഈ 80 ദിവസത്തിൽ നിന്ന് നമ്മൾ അനിലിന്റെ ദിവസങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ അനിലിന് ആ ജോലി പൂർത്തിയാക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണത്തിലേക്ക് പോകുന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അരുണിന് ഒരു ജോലി ചെയ്യാൻ 80 ദിവസം വേണം, അല്ലെ? അരുൺ എന്ത് ചെയ്തിട്ടുണ്ട്? 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. ബാക്കി ജോലി അനിൽ ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അരുൺ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ 80 ദിവസം എടുക്കും. എന്നാൽ ഇതേ അരുണിന് 70 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി, അതായത് 10 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ജോലി നമ്മുടെ അനിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്നുള്ളത് മാത്രം നിങ്ങൾ കണക്ട് ചെയ്തെടുത്താൽ മതി. അനിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു? 42 ദിവസം ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ അരുണിന് 70 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യാൻ അനിലിന് എന്ത് ചെയ്തു? 42 ദിവസം, അല്ലേ? അത് മതിയല്ലേ?
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 70നെയും 42നെയും ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിന്റെ ഒരു റിലേഷൻ കണ്ടെത്തുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 10. ഇവിടെ എത്ര കിട്ടി? 6. എന്ന് വെച്ചാൽ അരുൺ 10 ദിവസം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി അനിലിന് 6 ദിവസം മതി അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ അരുൺ 80 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ അനിലിന് എത്ര ദിവസം വേണമെന്ന് വെച്ചാൽ ഈ 10ന്റെ എത്ര മടങ്ങാ? 80, 8 മടങ്ങാ. അപ്പൊ 6ന്റെ 8 മടങ്ങ് മതി. 6 × 8, 6 8 48 ദിവസം. ഈ 80നെ 48നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഉത്തരത്തിലേക്ക് പോയത്. എങ്ങനെയാ ചെയ്തേ? ഈ 80ഉം 48ഉം തമ്മിൽ ഗുണിക്കുക അല്ലെ, ഇനി 80ഉം 48ഉം തമ്മിൽ കൂട്ടുക. 80 48 തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 128. ഇത് നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഇഷ്ടം പോലെ സിംപ്ലിഫൈ ചെയ്തെടുത്തോ. എന്തായാലും സിംപ്ലിഫൈ ചെയ്തിട്ട് അവസാനം നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എത്രാന്ന് കിട്ടും? 30 ദിവസം, ജസ്റ്റ് 30 ഡേയ്സ് കൊണ്ട് അവർ രണ്ടുപേരും കൂടെ ജോലി പൂർത്തിയാക്കും അല്ലെ? 2 ചോദ്യമായിട്ടുള്ളൂ. നല്ല ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അത്ര വലിയ ടൈറ്റ് ഒന്നും അല്ല. സിമ്പിൾ ലോജിക് കേട്ടോ, ലോജിക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു 2. ഓക്കെ, അടുത്തൊരു ചോദ്യം. ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 61. 5 തുടർച്ചയായിട്ടുള്ള ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് 61ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ എന്നാണ് അല്ലെ? അതായത് ഈ തുടർച്ചയായ ഓഡ് നമ്പേഴ്സിന്റെ മിഡിൽ ടേം ആണ് 61. ശരാശരി എന്നല്ലേ ആവറേജ് അല്ലെ? അപ്പൊ ആവറേജ് ഇത് മിഡിൽ ടേം ആണ് അല്ലെ? അപ്പൊ ഇത് 5 സംഖ്യകളിൽ മിഡിൽ ടേം 61 ആണെങ്കിൽ അതിന്റെ മുകളിലേക്കും 2 പേരുണ്ടാവും, താഴേക്കും 2 പേരുണ്ടാവും. അപ്പൊ മുകളിലേക്കുള്ള സംഖ്യകൾ ആരൊക്കെയാടാ? 63 ഉണ്ട്, അടുത്തതോ 65 ഉണ്ട്. ഇനി താഴേക്കാണ് പോകുന്നതെങ്കിൽ താഴെ ആദ്യത്തെ ആൾ 59 ആണ്, അതിന് മുമ്പുള്ള ആരാ? 57. കണ്ടോ? ഇങ്ങനെയാണ് 5 സംഖ്യകൾ. ഇതിനകത്തുള്ള വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ 65ൽ നിന്ന് ആരെ കുറച്ചാൽ മതി? 57നെ കുറച്ചാൽ മതി. 65ൽ നിന്ന് 57നെ കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 8 അല്ലെ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 8. ഇത്രയും മാത്രം ഓർക്കുക അല്ലെ? യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് നമ്മൾ ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല മക്കളെ. 61നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഞാൻ 61 വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മളോട് തുടർച്ചയായ 5 ഓഡ് നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? ആണല്ലോ. അതറിയാന്നുള്ള ഒരാളിന് ഇത് ഒരു വലിയ സംഭവമല്ല. ഓക്കെ, അപ്പൊ ഓഡ് നമ്പേഴ്സ് ആണ് തുടർച്ചയായവ. ഓരോ ഓഡ് നമ്പറും അടുത്തടുത്ത 2 ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള അകലം എത്രയാ മക്കളെ? 2 ആണല്ലോ. ആണ്. അപ്പൊ 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, തുടർച്ചയായ 5 ഓഡ് നമ്പേഴ്സിനിടയിലുള്ള ഗ്യാപ്പ് എത്രയാണെന്നറിയോ? ഓരോ ഓഡ് നമ്പറും തമ്മിലുള്ള അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള അകലം എത്രയാ? 2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 5 ഓഡ് നമ്പേഴ്സ്, 5 സംഖ്യകൾക്കിടയിലുള്ള ഗ്യാപ്പ് എത്ര എണ്ണം എന്നറിയാവോ? 4 എണ്ണം ആയിരിക്കും. 2 സംഖ്യകൾക്കിടയിലുള്ള ഗ്യാപ്പ് 1 ആണല്ലോ. അതുപോലെ 2 സംഖ്യകൾക്ക് ഇടയിൽ എന്ന് പറയുന്ന പോലെ തന്നെ 3 സംഖ്യകൾക്കിടയിലേക്ക് വരുമ്പോൾ ഗ്യാപ്പ് എത്രയായി? 2 ഗ്യാപ്പ്. ഇവർക്ക് 2 പേർക്കിടയിൽ, അടുത്ത 2 പേർക്കിടയിൽ. മനസ്സിലായോ? അപ്പൊ 5 സംഖ്യകൾ എടുക്കുമ്പോൾ അതിനകത്ത് ഗ്യാപ്പ് എത്രയാ? 4 അല്ലെ? ഈ 4 ഗ്യാപ്പ് ഉണ്ട്. ഓരോ ഗ്യാപ്പിലും 2 വീതം അല്ലേ വ്യത്യാസം വരുന്നേ? അതറിയില്ലേ? അറിയാം. അപ്പൊ നമ്മൾ 4 × 2 മാത്രം ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. 4 × 2 എത്രയാണ്? 8. കണ്ടോ? ഇവിടുത്തെ ഉത്തരം 8 എന്ന് നേരിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണ്ട? 57 65 കണ്ടുപിടിക്കണോ? വേണ്ട കേട്ടോ. എത്ര പേരുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോലെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർചേഞ്ചസ് ഓഫ് സൈൻസ് വുഡ് മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ? അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? 100a + 100 × 50 - 2 ഡിവൈഡഡ് ബൈ 3 = 51 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. ഈ തന്നിരിക്കുന്ന മൂല്യം എന്തായാലും തെറ്റാന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഇവിടെ ആക്ച്വലി എങ്ങനെ വരണം? 100a + 100 × 50 - 2 ഡിവൈഡഡ് ബൈ 3 എന്നാണ്. അപ്പൊ ബോഡ്മാസ് റൂൾ അനുസരിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2/3 എന്ന് കിട്ടി. പിന്നെ എന്ത് ചെയ്യണം? 100നെ 50നോട് ഗുണിക്കണം, എന്നിട്ട് അതിനോട് 100 കൂട്ടണം. അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ഉത്തരം എന്തല്ല? 51 അല്ല. കാരണം ഇവിടെ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എന്തോരും പൂർണ്ണസംഖ്യ കിട്ടത്തില്ല. അപ്പൊ തന്നെ ഈ സംഗതി കയ്യിൽ നിന്ന് പോയി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ ഡിവിഷൻ ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളെ. മനസ്സിലായോ? അപ്പൊ ആ ഡിവിഷൻ അവിടെ വരാൻ പാടില്ല. അവിടെ ഡിവിഷൻ വന്നത് കൊണ്ട് ഇതിനകത്ത് എന്തോ ഒരു എറർ ഉണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ സ്പോട്ട് ചെയ്യാം. ഓക്കെ, നമ്മളോട് പറയാണ് ഇതിൽ ഏതോ 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാൽ ഇതിന്റെ ഉത്തരം കറക്റ്റ് ആവും എന്ന് പറയാം.
അപ്പൊ ഇതിനകത്തുള്ള ഏതെങ്കിലും രണ്ട് ചിഹ്നങ്ങൾ മാറ്റുക എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം അല്ലെ. ആദ്യത്തെ ഓപ്ഷൻ എന്താ, മൈനസും ഇൻറ്റുവും പരസ്പരം മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ ആലോചിക്കാം, മൈനസും ഇൻറ്റുവും പരസ്പരം മാറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. മൈനസും ഇൻറ്റുവും പരസ്പരം മാറിയാൽ 100 - 50 ആവും. പിന്നെയോ ഇൻറ്റു 2 വന്നു അല്ലെ. അപ്പോഴും നമ്മുടെ 2-നും 3-നും ഇടയ്ക്കുള്ള ഡിവിഷന്റെ സൈൻ അവിടെ തന്നെ കിടപ്പുണ്ട്. അത് നമുക്കൊരു പണിയാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് എഴുതി നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. എഴുതി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂല, പൂർണ്ണസംഖ്യ കിട്ടൂല. അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം, പ്ലസും ഡിവിഷനും. അപ്പൊ അവിടെ ഒരു സാധ്യത വന്നല്ലേ. ഡിവിഷനെ അവിടെ നിന്ന് മാറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഡിവിഷനെ മാറ്റാനുള്ള ഒരു സ്കോപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പേഴ്സിനകത്ത് ആരെയൊക്കെ മാറ്റുകയാണ്, പ്ലസിനെയും ഡിവിഷനെയും പരസ്പരം മാറ്റുകയാണ്. അപ്പൊ ആദ്യത്തെ 100 പ്ലസിന് പകരം ഡിവൈഡഡ് ബൈ കൊടുക്കുക, 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 50 അല്ലെ, മൈനസ് 2 ഡിവൈഡഡ് ബൈ 3-ന് പകരം നമ്മൾ അവിടെ എന്ത് കൊടുത്താൽ മതി, 2 + 3 എന്ന് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ 100 100 50 2 3 അല്ലെ. അപ്പൊ ആ പ്ലസിന് പകരം ഡിവിഷൻ കൊടുത്തു, ഡിവിഷന് പകരം പ്ലസ് കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കുക. ഡിവിഷൻ ആദ്യം ചെയ്യുക, 100-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, ഇൻറ്റു 50 അല്ലെ, മൈനസ് 2 + 3 എന്നാണ് കിടക്കുന്നത്. 1 × 50 ആര് തന്നെയാണ്, 50 തന്നെയാണ്. 50-ന്ന് 2 കുറയ്ക്കാം, 48. 48-നോട് 3 കൂട്ടാം, എത്ര കിട്ടി, 51. കണ്ടോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. പിടികിട്ടിയോ? പക്ഷെ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഡിവിഷന്റെ പൊസിഷൻ പ്രശ്നമാണ് എന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെ ഫോക്കസ് ചെയ്തു, ഡിവിഷനെ തന്നെ ഫോക്കസ് ചെയ്തു. ശരിയല്ലേ? അതെന്തായാലും നമുക്ക് കുറച്ചുകൂടെ സമയം ലാഭിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിടികിട്ടിയോ? അപ്പൊ അതിനകത്ത് ഏത് ചിഹ്നങ്ങൾ മാറ്റിയാൽ മതി, പ്ലസും ഡിവിഷനും പരസ്പരം മാറ്റിയാൽ ഇവിടുത്തെ ആൻസർ കറക്റ്റ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അവിടെ ഡിവിഷൻ എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ആ ഡിവിഷൻ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. എവിടെ, 2-നും 3-നും ഇടയിലാണ്. അവിടുത്തെ കണക്ഷൻ തന്നെ പ്രശ്നമായിരുന്നു. അപ്പൊ ആ ഡിവിഷൻ അവിടെ നിന്ന് മാറിയാൽ ഉത്തരം ഏകദേശം കറക്റ്റ് ആവുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉത്തരത്തിലെത്തി. അടുത്തൊരു ചോദ്യം, ഐഡന്റിഫൈ ദ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഫോളോയിങ് സീരീസ്. തന്നിട്ടുള്ള സംഖ്യാശ്രേണിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത ഒരു നമ്പർ അവിടെ തന്നിട്ടുണ്ട്, അതാര് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ 2 6 14 30 62 126 250 ഇങ്ങനെ പോവാണ്. ഈ ഒരു ശ്രേണി എങ്ങനെയാണ് വന്നിരിക്കുന്നത്, 2 നിന്ന് 6-ലേക്ക് വന്നു, എത്ര കൂടി, 4. 6-ൽ നിന്ന് 14-ലേക്ക് വന്നു, എത്ര കൂടി, 8. 14-ൽ നിന്ന് എവിടേക്ക്, 30-ലേക്ക് പോയി, എത്ര കൂടിയിട്ടുണ്ട് അവിടെ നോക്കുമ്പോൾ എത്ര കൂടിയിട്ടുണ്ട്, 16 കൂടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം 2 കൂടി, ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എത്ര കൂടിയിട്ടുണ്ട്, ആദ്യം എന്ത് ചെയ്തു, 2 കൂടിയേ, അല്ല, ഇവിടെ 4 കൂടിയായിരുന്നു അല്ലേ. ഓക്കെ. ഇവിടെ കൂടിയപ്പോൾ എത്ര കൂടി, 8 കൂടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് എത്ര ആയിട്ടുണ്ടായിരുന്നു, 16 ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് എത്രയായി, 32 അല്ലെ. അതൊരു ക്രമം കൃത്യമായി പാലിക്കുന്നുണ്ട്. അപ്പൊ 32 ആണെങ്കിൽ അടുത്ത് എത്ര വരണം, നമ്മുടെ കണക്കനുസരിച്ചാണെങ്കിൽ 64 വന്നല്ലോ, വന്നു. അടുത്ത് എത്ര വരണം, 128 വരണം അല്ലേ. 128 വന്നോ, ഇല്ല. 126-നോട് എന്ത് ചെയ്താൽ 128 കൂടിയാൽ ഒരിക്കലും എന്ത് കിട്ടില്ല, 250 എന്ന് കിട്ടോ, ഇല്ല. അവിടെ എന്ത് തന്നെ കിട്ടണം, 254 കിട്ടണം. സോ ഇതിനകത്ത് വന്ന തെറ്റായിട്ടുള്ള നമ്പർ 250. അങ്ങനെ നമുക്ക് എടുക്കാം. ഇത് അങ്ങനെ എടുക്കാവുന്ന ഒരു സീരീസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ക്രമത്തിൽ എടുക്കാം. അതായത് 2ഉം 6ഉം തമ്മിലുള്ള കണക്ഷൻ. 2-നെ 2 കൊണ്ട് ഗുണിക്കുക, എത്ര കിട്ടി, 4. എന്നിട്ട് 2 കൂട്ടിക്കോ, എത്ര കിട്ടി, 6. ഓക്കെ. ഇനി 6-ന്റെ ഇരട്ടി എടുക്കുക, 6-നെ 2 കൊണ്ട് ഗുണിക്കുക, 2 കൂട്ടുക, എത്ര കിട്ടി, 14 അല്ലെ. ഇനി 14-ന്റെ ഇരട്ടി എടുക്കുക, 14-ന്റെ ഇരട്ടി എടുക്കുക, 2 കൂട്ടുക, എത്ര കിട്ടി, 30. മനസ്സിലായോ? അടുത്തത് 30-ന്റെ ഇരട്ടി എടുക്കുക, 30-ന്റെ ഇരട്ടി എത്രയാ, 60. 60-നോട് 2 കൂട്ടി, 62. കറക്റ്റ് ആയിട്ട് വന്നില്ലേ, ആണ്. അടുത്തത് 62-ന്റെ ഇരട്ടി എടുക്കുക അല്ലെ, എത്ര കിട്ടി, 124. 2 കൂട്ടിയാൽ 126. കണ്ടോ അല്ലെ. അടുത്ത് വരുമ്പോ 126-ന്റെ ഇരട്ടി എടുക്കുക, 126-ന്റെ ഇരട്ടി എടുക്കുക, 2 കൂട്ടുക. അപ്പൊ 254 വരേണ്ടതല്ലേ, ആണ്. വന്നോ, വന്നിട്ടില്ല. സോ നമ്മുടെ ആൻസർ 250 ആണ് ഇതിനകത്തുള്ള തെറ്റായ സംഖ്യ. തെറ്റായിട്ടുള്ള നമ്പർ ആരാണ്, 250. മനസ്സിലായി. 2 തരത്തിൽ നമുക്ക് ഈ സീരീസിനെ പരിഗണിക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതുപോലെ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം അല്ലെ. ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ 4th June 2002? 2002 ജൂൺ മാസം 4-ാം തീയതി ഏത് ദിവസമാണ്? സാധാരണഗതിയിൽ നമുക്ക് ഇതുപോലെ കലണ്ടർ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാ വരിക, ജസ്റ്റ് ഏതെങ്കിലും ഒരു ഡേറ്റ് തരും, അതിൽ നിന്ന് കണക്ട് ചെയ്ത് മറ്റൊരു ഡേറ്റിലേക്ക് പോകാനാണ്. ഇവിടെ അങ്ങനെയല്ല, ഫ്രഷ് ആയിട്ട് വെറുതെ ഒരു പ്ലെയിൻ ഡേറ്റ് തരുന്നു, അതിന്റെ ദിവസം കണ്ടെത്തുക. അപ്പൊ ഇത്തരം ചോദ്യങ്ങളിൽ പൊതുവെ നമ്മൾ ആശ്രയിക്കുന്നത് ആരെയാണ്,
നാനൂറിന്റെ ഗുണിതങ്ങളായ വർഷങ്ങളെയാണ്. എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളിൽ ലീപ് ഇയർ ആയിട്ടുള്ളവരെയാണ് കേട്ടോ. അതിവർഷങ്ങളായിട്ടുള്ള നൂറ്റാണ്ടുകളെയാണ് നമ്മളിവിടെ ആശ്രയിക്കുന്നത്. അതായത് 400, 800, 1200, 1600, 2000 പോലെയുള്ള വർഷങ്ങളില്ലേ, ഈ വർഷങ്ങളുടെ എല്ലാം പ്രത്യേകത ഇവരെല്ലാവരും തുടങ്ങുന്നത് ശനിയാഴ്ചയിലും തീരുന്നത് ഞായറാഴ്ചയിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2002 പോകാൻ നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു 400ന്റെ ഗുണിതമായ വർഷത്തെ ആശ്രയിച്ചാൽ മതി. അതാരാ? 2000 ആണ് അല്ലെ. ഈ 2000 സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാ? സാറ്റർഡേയിലായിരിക്കും, ശനിയാഴ്ചയിലായിരിക്കും. ഇത് എവിടെ എൻഡ് ചെയ്യും എന്ന് ചോദിച്ചാൽ സൺഡേയിൽ അല്ലെ. അപ്പോ ഞായറാഴ്ച അവസാനിക്കുന്ന ഒരു വർഷമാണ് 2000 അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2001 ജനുവരി 1 പോയാലോ? 2001 ജനുവരി 1 എന്ന് പറയുന്നത് ആരാണ്? മൺഡേ ആണ് അല്ലെ. 2001 ജനുവരി 1 മൺഡേ ആണ്. അപ്പൊ 2002 ജനുവരി 1 നമുക്ക് ഈസി ആയിട്ട് പോവാം. അത് ഉറപ്പായിട്ട് ആരാണ്ടാ? ഒരു ട്യൂസ്ഡേ ആണ്, ചൊവ്വാഴ്ചയാണ്. ഓക്കെ. അപ്പൊ 2002 ജനുവരി 1 അറിയാമെങ്കിൽ പിന്നെ ജൂൺ 4 പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളിത് നോക്കേണ്ടത് 2002 ജനുവരി മാസത്തിൽ ഇനി എത്ര ദിവസമുണ്ട് എന്ന് നോക്കുക. 2002 ജനുവരി മാസത്തിൽ ഇനി എത്ര ദിവസമുണ്ട്? ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. 1-ാം തീയതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി 30 ദിവസമേ ഉള്ളൂ. അപ്പൊ ഈ 30 ദിവസവും നമ്മൾ എടുക്കണമെന്നില്ല. 30നെ ആഴ്ചകളായി തിരിക്കുക. 30നെ 7 കൊണ്ട് ഹരിക്കുക. മിച്ചം എത്ര വന്നു? 2. റിമൈൻഡർ മാത്രം എടുത്താൽ മതി. ഇനി 2002 എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ഇയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസമുണ്ട്? 28 ദിവസമേ ഉള്ളൂ. അതിനകത്ത് തന്നെ ആഴ്ചകളായി തിരിച്ചാൽ റിമൈൻഡർ ഉണ്ടോ? ഇല്ല, 0. ഇനി മാർച്ച് മാസത്തിൽ 31 ദിവസമുണ്ട്. അതിൽ എത്ര റിമൈൻഡർ ഡേയ്സ് എന്ന് വെച്ചാൽ 3 ദിവസമാണ് അല്ലെ. ഇനി ഏപ്രിൽ മാസത്തിലേക്ക് ചെല്ലുകയാണ്. ഏപ്രിൽ മാസത്തിൽ മൊത്തം 30 ദിവസമേ ഉള്ളൂ. അതിൽ റിമൈൻഡർ എത്രയാ? 2 എന്ന് വെച്ചാൽ 7 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ഉള്ളൂ. ഇനി വരുന്നത് മെയ് മാസമാണ്. മെയ് മാസത്തിൽ 31 ദിവസമുണ്ട്. നമുക്ക് റിമൈൻഡർ വാല്യൂ മാത്രം മതി. 31നെ 7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി? 3 കിട്ടി അല്ലെ. മെയ് കഴിഞ്ഞാൽ പിന്നെ എവിടെ പോണം? ജൂണിലേക്ക് തന്നെ പോണം. ജൂൺ മാസത്തിൽ 4 ദിവസം. ഇത്രയും നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വിലകളെല്ലാം കൂടെ, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിനെല്ലാം കൂടെ കൂട്ടുക അല്ലെ. അവരെ 7 കൊണ്ട് ഹരിക്കുക, മിച്ചം വരുന്ന എടുത്ത് കൂട്ടുക അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഒരു 2, ഇവിടെ ഒരു 3. 2, 3 എത്രയായി? 5. 5 2 7. 7 വന്നു. ഇനി നമുക്ക് അത് എടുക്കണമെന്നില്ല. അടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു 3, ഇവിടെ ഒരു 4. 4 3 7 മൊത്തം പോയി അല്ലെ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ട്യൂസ്ഡേയോട് ഇനി കൂട്ടാൻ നമുക്ക് സംഖ്യകളൊന്നും തന്നെ ഇല്ല. കാരണം നമ്മൾ ഈ മിച്ചമായിട്ട് എടുത്തു വെച്ചിരുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 14 കിട്ടി. അതൊരു 7ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു. റിമൈൻഡർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ട്യൂസ്ഡേയോട് കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല. ട്യൂസ്ഡേയോട് 0 മാത്രമേ കൂട്ടാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2002 ജൂൺ മാസം 4-ാം തീയതി എന്ന് പറയുന്നത് ഒരു ട്യൂസ്ഡേ ആണ്. ഇതൊരു ചൊവ്വാഴ്ചയാണ്. തെറ്റിപ്പോകരുത്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? 2000-ൽ തുടങ്ങി. 2000 അവസാനിച്ചത് ഒരു സൺഡേയിലാണ് അല്ലെ. 2001 വന്നപ്പോ അല്ലെ, 2001 ആരംഭിച്ചത് മൺഡേയിലാണ്. ശരിയല്ലേ. അതുകൊണ്ട് തന്നെ 2002 ആരംഭിച്ചത് എന്റെ തൊട്ടടുത്ത ദിവസമായ ട്യൂസ്ഡേയിലായിരിക്കും. പിന്നെ 2002 ജൂൺ 4 എന്നപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും ഈ ട്യൂസ്ഡേയിൽ കൂട്ടാനുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ജൂൺ 4 എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ട്യൂസ്ഡേ തന്നെയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു ഗുണപാഠം വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഒരു ഓർഡിനറി ഇയറിലെ ജനുവരി 1 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും ആ ഒരു വർഷത്തെ ജൂൺ 4-ാം തീയതി. സെയിം ഡേ ആയിരിക്കും. ഇത് ഓർഡിനറി ഇയറിലെ സംഭവിക്കുള്ളൂ കേട്ടോ. അത് ലീപ്പ് ഇയറിലാണെങ്കിൽ പിറ്റേ ദിവസമായി പോകും കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്താൽ മതി. അടുത്തത് നമുക്ക് എക്സ്പോണൻസുമായിട്ട് കൃത്യങ്ക നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. 25√5 ഹോൾ റൈസ് ടു x ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 5 ഹോൾ റൈസ് ടു എന്ത് പറയാ? x+1 അല്ലെ. ഇപ്പൊ 25√5 അല്ലെ. 25√5 എന്ന് പറയുന്ന മൂല്യം അപ്പുറത്തെ സൈഡിൽ വരുമ്പോ എന്താണ്? 5ന്റെ ക്യൂബ് റൂട്ടും ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ സംഖ്യകളെ 5ലേക്ക് കൊണ്ടുവന്നാൽ സൂപ്പർ ആയിരിക്കും. ഇവരെല്ലാവരെയും 5ലേക്ക് അങ്ങ് കൊണ്ടുവന്നാൽ മതി. ഇവിടെ നമുക്ക് 25നെ ആദ്യം 5ലേക്ക് കൊണ്ടുവരാം അല്ലെ. 25 എന്ന് പറയുന്ന 5ന്റെ ആരാണ്? സ്ക്വയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 25നെ ഞാൻ 5ന്റെ സ്ക്വയർ എന്ന് എഴുതി. അടുത്ത √5 ആണ്. 5ന്റെ റൂട്ട് എടുക്കുക എന്ന് വെച്ചാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ ശരിക്കും? 5√1/2 എന്ന് എഴുതിയ പ്രശ്നമുണ്ടോ? അല്ലെ. 5√1/2 ആണല്ലോ. ഇത് നമ്മൾ പഠിച്ചിരിക്കുന്നതാണല്ലോ അല്ലെ. ഇതിന്റെ പവറിൽ ആര് വന്നു? x വന്നു. ഓക്കെ. തൊട്ടപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരുണ്ട്? ക്യൂബ് റൂട്ട് ഓഫ് 5 ആണ്. 5ന്റെ ക്യൂബ് റൂട്ട്. 5ന്റെ ക്യൂബ് റൂട്ട് എന്ന് വെച്ചാൽ 5√1/3 എന്നല്ലേ അല്ലെ. 5√1/3 ഹോൾ റൈസ് ടു x+1 എന്നാണ്.
ഓക്കെ, അപ്പൊ ഇവരെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യാണ്. ഇവിടുത്തെ 5ന്റെ സ്ക്വയറും 5^1/2 കൂടെ ചേർക്കുകയാണ്. a⁻m ഇൻറ്റു a⁻n എങ്ങനെയാ a⁻m+n എന്നാണ്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ എങ്ങനെ എഴുതാം? 5 രണ്ടും അരയും തമ്മിൽ കൂട്ടുക അല്ലെ? രണ്ടും അരയും തമ്മിൽ കൂട്ടിയാൽ 2.5 എന്ന് കിട്ടും ആണല്ലോ. രണ്ടും അരയും തമ്മിൽ കൂട്ടുകയാണ് 2.5. ഈ 2.5 എന്ന് വെച്ചാൽ ആക്ച്വലി 5/2 എന്നല്ലേ? 5ന്റെ പകുതിയല്ലേ? അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം 5/5/2x ഹോൾ റൈസ് ടു x ഈക്വൽ ടു അല്ലെ? ഇവിടെ ആര് വരുന്നുണ്ട്? 5 ഇവിടെ ഒരു x+1 വരുന്നുണ്ട്, ഇത് 1/3 വരുന്നുണ്ട്. നമുക്കറിയാം a⁻m ഹോൾ റൈസ് ടു n ഈക്വൽ ടു a⁻m × n അല്ലെ? അപ്പൊ പവർ ഓഫ് പവർ റൂൾ എന്നാണ് നമ്മൾ അതിനെ പറയുക. അത് നമുക്ക് ഇങ്ങനെ എഴുതാം x+1/3 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പൊ ഇവരെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ 5/5/2x ഈക്വൽ ടു 5/x+1/3 എന്നാണ് അല്ലെ? ഇവരെ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്യാണ്. അതായത് രണ്ട് സൈഡിലും ആരാണ്? 5 ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താന്ന് വെച്ചാൽ ഈ പവർ മാത്രം ഇക്വേറ്റ് ചെയ്യുക. 5 കളഞ്ഞേക്ക് 5x/2 ഈക്വൽ ടു x+1/3 എന്നാണ് അല്ലെ? ഇവരെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല ഇതുപോലെ അല്ലെ? 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 5 അപ്പൊ 15x എന്ന് എഴുതാം. 15x ഈക്വൽ ടു 2 കൊണ്ട് ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ 2x+2 എന്ന് കിട്ടും. 2x+2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് x കണ്ടെത്തണം. അപ്പൊ ഇവിടെ 15x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്. 2x അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് കിട്ടും? 13x എന്ന് കിട്ടുമല്ലോ. അപ്പൊ 13x എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? 13x 15x-ൽ നിന്ന് 2x പോയാൽ 13x. 13x എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ x എത്രയാണ് എന്ന് ചോദിച്ചാൽ 2/13 എന്ന് പറയാം. എക്സിന്റെ മൂല്യം 2/13. ഇത്രയുള്ള കാര്യം. ഓക്കെ, അപ്പൊ 2/13 എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. അപ്പൊ അതിന് നമ്മൾ ഈ 2നെയും 5നെയും ഒക്കെ ഇങ്ങനെ നിരന്തരം ചുവന്നുകൊണ്ട് നടക്കണമെന്നില്ല, അല്ലാതെ നമുക്ക് നേരിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നുണ്ടോ? 25√x അല്ലെ? അപ്പൊ 25നെ നിങ്ങൾ എന്താക്കി എടുക്കാം? 5ന്റെ സ്ക്വയർ. അപ്പൊ 5ന്റെ സ്ക്വയർ ആയ 2 മാത്രം എടുക്കും. പവർ മാത്രം എടുത്ത് ചെയ്യുകയാണേ. അത് കഴിഞ്ഞ് √5 എന്ന് വെച്ചാൽ 5/1/2 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 1/2 ഇവിടെ അങ്ങ് കൂട്ടുക. അപ്പൊ 2+1/2 ഇൻറ്റു x ഈക്വൽ ടു അപ്പുറത്ത് ചെല്ലുമ്പോൾ ആരാ ഉള്ളത്? ക്യൂബ് റൂട്ട് ഓഫ് 5 ആണ് എന്ന് വെച്ചാൽ 5 1/3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 1/3 ഇൻറ്റു x+1 എന്ന് എഴുതുക. ഓക്കെ, ഇവരൊന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 2ഉം അരയും ചേർന്നാൽ 2.5. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5/2x എന്ന് എഴുതാം അല്ലെ? അതുപോലെ ഇവരെ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? x+1/3 എന്ന് കിട്ടും. ഇവരെ നമ്മൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ 3 × 5 15. അപ്പൊ 15x എന്ന് കിട്ടും. 2 അപ്പുറത്തേക്ക് പോവാണെങ്കിൽ 2x അല്ലെ? ഈ x-നും ഗുണിക്കുക 1നെയും ഗുണിക്കുക. 2x+2 എന്ന് എഴുതാം. ഓക്കെ, 15x-ൽ നിന്ന് 2x പോവുക. 15x-ൽ നിന്ന് 2x കുറച്ചാൽ എത്ര കിട്ടും? 13x. 13x എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് x എത്രയാണെന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. x-ന്റെ മൂല്യം കണ്ടുപിടിക്കാൻ അപ്പുറത്തെ ഒരു 2 ഉണ്ടല്ലോ, ഇവിടെ ഒരു 13 ഇല്ലേ? ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന 13 അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2/13 എന്ന് നമുക്ക് കണ്ണും പൂട്ടി ഉത്തരം എഴുതാം. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എഴുതാം. നല്ലൊരു ചോദ്യമാണ്, സ്റ്റാൻഡേർഡ് ചോദ്യം എന്ന് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ക്ഷമയോടുകൂടി ചെയ്യുക. അധികം ബേളം കാണിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരം കിട്ടൂല. ഓക്കെ, അടുത്തൊരു ചോദ്യം. സപ്പോസ് ദാറ്റ് ഇൻ എ പർട്ടിക്കുലർ കോഡിംഗ് ലയൺ ഈസ് റിട്ടൺ as MNHK. Find out how cow will be written in the same. അല്ലെ? അപ്പൊ നമ്മളൊരു ഡിഗ്രി ലെവൽ പരീക്ഷ നമ്മൾ കുറച്ചുകൂടെ വലിയ കോഡിംഗ് ഒക്കെ പ്രതീക്ഷിക്കും. ഇതൊരു സിമ്പിൾ കോഡിംഗ് ആണ് അല്ലെ? അപ്പൊ ലയൺ എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ MNHK എന്ന് കോഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൗ എങ്ങനെ കോഡ് ചെയ്യും എന്നാണ്. അപ്പൊ ലയൺ എന്ന് പറയുന്ന വേർഡ് LION. ഇതിന് തന്നിരിക്കുന്ന കോഡ് നോക്കിയേ. എന്താ അത്? MNHK. അപ്പൊ ഇതിന്റെ ഒരു കണക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നമ്പർ ഇട്ട് നോക്കാം അല്ലെ? 12 എന്ന് പറയുന്നതാണല്ലോ എല്ലിന്റെ നമ്പർ. I 9ാമത്തെ ലെറ്റർ ആണ്, O 15ാമത്തെ ലെറ്ററും N 14ാമത്തെ ലെറ്ററും ആണ്. ഓക്കെ, ഇനി ഇതിന്റെ കോഡ് നോക്കുക. M എന്ന് പറയുന്നത് 13ാമത്തെ ലെറ്ററാണ്, N 14ാമത്തെ ലെറ്ററാണ്. H എന്ന് പറയുന്നത് 8ാമത്തെ ലെറ്റർ ആണ് അല്ലെ? K എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാ? K
11ാമത്തെ ലെറ്റർ ആ. കണ്ടോ, നോക്കുമ്പോ അറിയാം 12 13 കൊള്ളാം, 9 14 എന്തോ പ്രശ്നമുണ്ട്, 15 8 അല്ലെ, 14 11. അപ്പൊ അതല്ല അവിടുത്തെ ഒരു കോഡിങ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടത്തെ 12 നേരെ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ, 11 12 11 നേരെ ക്രോസ് ചെയ്തെടുത്തിരിക്കുക കേട്ടോ. ഇവിടത്തെ 9 ദാ ഇവിടെ ആണ് എടുത്തിരിക്കുന്നത് 8, 9 1 കുറച്ചു. ഇവിടത്തെ 15 ദാ ഇവിടെയാണ് എടുത്തിരിക്കുന്നത് 14, 1 കുറച്ചു. ഇവിടുത്തെ 14 ദാ ഇങ്ങനെ അറ്റത്താണ് എടുത്തിരിക്കുന്നത് 13, 1 കുറച്ചു. അപ്പൊ ആ രീതിയിൽ നമ്മൾ കൗ കോഡ് ചെയ്യാൻ പോവാണ്. COW, സിയുടെ നമ്പർ 3, O 15, W 23 അല്ലെ. കോഡ് ചെയ്യുമ്പോൾ സിയുടെ കോഡ് അവസാനേ വരാം, ഡബ്ല്യുവിന്റെ കോഡ് ആദ്യം വരണം അല്ലെ. അപ്പൊ W 23ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ അതിന്റെ കോഡ് എന്ന് പറയുമ്പോൾ 22ാമത്തെ ലെറ്റർ വരണം. അതാരാണ്? V ആണ്. അത് ആദ്യം എഴുതുക. ഓക്കെ. O 15ാമത്തെ ലെറ്റർ ആണ്, 1 കുറയ്ക്കുക. 14ാമത്തെ ലെറ്റർ ആയ ആര് വരണം? N വരണം. ഓക്കെ. ഇനി C ആദ്യത്തെ ലെറ്റർ ആണ്, അത് എത്രാമത്തെ ലെറ്റർ ആയിട്ടാ വരിക? 3ാമത്തെ ലെറ്റർ, 2 കുറയ്ക്കുക എന്നുള്ളതാണോ? അല്ല, 1 കുറച്ച് 2 എന്ന് എഴുതുക അല്ലെ. സിയിൽ നിന്ന് 1 കുറയ്ക്കുന്നു, അപ്പൊ ഇവിടെ എത്തി, ബിയിലെത്തി. കണ്ടോ, അപ്പൊ ഇവിടുത്തെ കോഡ് VNB എന്ന തരത്തിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ അല്ലെ. ഓരോന്ന് കുറച്ചാണ് കോഡ് ചെയ്തിരിക്കുന്നത്, പക്ഷെ കറക്റ്റ് ക്രമത്തിലാണോ കോഡ് ചെയ്തത്? അല്ല, നേരെ ക്രോസ് ചെയ്തിട്ടാണ് ആദ്യത്തെ അവസാനത്തേത്, അവസാനത്തേത് ആദ്യത്തേത് എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് കോഡ് വന്നത്. ശ്രദ്ധിക്കുക, നല്ല ബ്രില്യന്റ് കോഡിംഗ് ആണ്, ഒരു സിമ്പിൾ കോഡിംഗ് ആണ് കേട്ടോ. വേർഡ് സിമ്പിൾ ആയിരുന്നു, പക്ഷെ അതിനകത്ത് വന്നിരിക്കുന്ന കോഡിംഗ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തത് ഒരു മെന്റൽ എബിലിറ്റി ചോദ്യമാണ്. ഇത് ശരിക്കും ഫാമിലി ട്രീ അല്ലെ, ബ്ലഡ് റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ചോദ്യമാണ്. എ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 6 മെമ്പേഴ്സ്. ഒരു കുടുംബത്തിൽ 6 അംഗങ്ങളുണ്ട്, ABCDEF അല്ലെ. സച്ച് ദാറ്റ് B ഈസ് ദ സൺ ഓഫ് C. ബി ആരാണ്? സിയുടെ സൺ ആണ്. ബട്ട് C ഈസ് നോട്ട് മദർ ഓഫ് B അല്ലെ. അത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത് അല്ലെ. മദർ അല്ലെങ്കിൽ ആരാ? ഫാദർ കേട്ടോ. അത് കണ്ടിട്ട് എന്ത് ചെയ്യരുത്, ആ ക്വസ്റ്റ്യൻ അവിടെ ഇട്ടിട്ട് പോകരുത്. അടുത്തത് A ആൻഡ് C ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എയും സിയും ആരാണ്? ഹസ്ബൻഡ് വൈഫും ആണ്. E ഈസ് ദ ബ്രദർ ഓഫ് C. E എന്ന് പറയുന്ന ആരാണ്? സിയുടെ ബ്രദർ ആണ്. D ഈസ് ഡോട്ടർ ഓഫ് A. D എന്ന് പറയുന്ന ആരാണ്? എയുടെ ഡോട്ടർ ആണ്. F ഈസ് ദ ബ്രദർ ഓഫ് A. Who ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് C എന്നാണ് ചോദ്യം. അപ്പൊ ഇതെല്ലാം നമുക്കൊരു ട്രീ പോലെ വരച്ചാൽ നല്ലതായിരിക്കും. എത്ര പേരുണ്ട്? 6 ആളുകളുണ്ട്. അപ്പൊ ഈ 6 ആളുകളെ നമുക്ക് ഉൾക്കൊള്ളിക്കണം. B is the son of C. B എന്ന് പറയുന്നത് സിയുടെ സൺ ആണ്. സിയുടെ സൺ ആണ് B കേട്ടോ. അപ്പൊ സൺ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ B ആരാണ്? ഒരു മെയിൽ ക്യാരക്ടർ ആണ്. ഇനി പറയാണ് ബട്ട് C നോട്ട് മദർ ഓഫ് B അല്ലെ. സി എന്ന് പറയുന്ന ബിയുടെ ആരല്ല? മദർ അല്ല. അപ്പൊ ആരാ? ഫാദർ ആണ്. അപ്പൊ സി ആരാ? ഒരു മെയിൽ ക്യാരക്ടർ ആണ്. ഓക്കെ. ഇനി പറയാണ് A ആൻഡ് C ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ സിയുടെ വൈഫാണ് ആര്? A അല്ലെ. അപ്പൊ ഇതാരാണ്? ഒരു ഫീമെയിൽ ക്യാരക്ടർ ആണ്. 3 പേരായില്ലേ. ഇനി പറയാണ് E ഈസ് ദ ബ്രദർ ഓഫ് C. സിക്ക് ഒരു ബ്രദർ ഉണ്ട്. ഈ സിക്ക് ആരാണ് ബ്രദർ? E ആണ് അല്ലെ. അപ്പൊ അതൊരു മെയിൽ ക്യാരക്ടർ ആണ്. അപ്പൊ സിയുടെ അല്ലെ ബിയുടെ അച്ഛന്റെ ബ്രദർ ആണ് ആര്? E. അവിടെ ഇരുന്നോട്ടെ. ഇനി എന്ത് പറയുന്നു? D ഈസ് ദ ഡോട്ടർ ഓഫ് A. എയുടെ ഡോട്ടർ ആണ്. എക്ക് ഒരു ഡോട്ടർ ഉണ്ട്. അതാരാണ്? D ആണ്. ശരിയല്ലേ. അപ്പൊ ഇതാരാണ്? ഒരു ഫീമെയിൽ ക്യാരക്ടർ ആണ്. ഡോട്ടർ അല്ലേ? ആണ്. ഇനി പറയാണ് F ഈസ് ദ ബ്രദർ ഓഫ് A. എയുടെ ബ്രദർ ആണ് F. എയുടെ ബ്രദർ ആണ് F. അതും ആരാണ്? മെയിൽ ക്യാരക്ടർ ആണ്. Who ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് C എന്നാണ്. സിയുടെ ബ്രദർ ഇൻ ലോ ആരാണ് അല്ലെ. സി എന്ന് പറയുന്നത് ബിയുടെയും ഡിയുടെയും അച്ഛനാണ്. അപ്പൊ സിയുടെ ഭാര്യയാണ് A. എയുടെ ബ്രദർ ആണ് F. സോ സിയുടെ ബ്രദർ ഇൻ ലോ അല്ലെങ്കിൽ ഭാര്യ സഹോദരൻ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം? F ആണെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ട്രീ മുഴുവൻ വരച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ചില ക്യാരക്ടേഴ്സ് ഒന്നും ഇവിടെ ആവശ്യമേ ഇല്ല അല്ലെ. നമ്മൾ അതിനകത്ത് വരച്ച ഇയും ഡിയും ബിയും ഒന്നും ആവശ്യമില്ല. ശരിക്കും സിയും എയും എഫ് മാത്രം മതി അല്ലെ എന്ന് നമുക്ക് ആദ്യമേ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓക്കെയാണ് അല്ലേ. സാധാരണഗതിയിൽ നമ്മൾ എന്താണ്? ട്രീ മുഴുവൻ വരച്ച് നോക്കിയിട്ട് കണക്ട് ചെയ്യുന്നതാണ് പതിവ്. അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ഒരു സന്തോഷം കേട്ടോ. അതിനകത്ത് ആരെങ്കിലും വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ. അടുത്ത് പറയുന്നത് പെർസെൻറ്റേജുമായിട്ട് കണക്ട് ചെയ്ത ഒരു ചോദ്യമാണ്. ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. 25% ഓഫ് 24 പ്ലസ് 25% ഓഫ് 32 മൈനസ് 14% ഓഫ് 35 എന്നാണ്. അങ്ങനെയാണോ? 350 എന്നാണ് അല്ലേ. യെസ്. ഇവരെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് അവസാനം കിട്ടുന്ന മൂല്യം എന്ത്?
ആദ്യം നമുക്ക് 24ന്റെ 25%. ഒരു സംഖ്യയുടെ 25% എന്ന് വെച്ചാൽ എന്താ? 50% എന്ന് വെച്ചാൽ എന്താ? പകുതിയാണ് അല്ലേ? ഇപ്പൊ 25% എന്ന് വെച്ചാൽ എന്താടാ? പകുതിയുടെ പകുതി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 25% ഓഫ് 24. 24ന്റെ 25% എന്ന് വെച്ചാൽ 24ന്റെ പകുതിയുടെ പകുതി എടുത്താൽ പോരെ? 24ന്റെ പകുതി എത്രയാ? അതെത്രയാ? 6 അല്ലെ? 24ന്റെ പകുതി 12, 12ന്റെ പകുതി 6. ഓക്കെ, അടുത്തതോ 32. 32ന്റെയും സെയിം 25% നമുക്ക് ആവശ്യം. 32ന്റെ 25% എന്ന് വെച്ചാൽ ഇതിന് 4 കൊണ്ട് ഹരിച്ചാൽ പോരെ? പകുതിയുടെ പകുതി അല്ലേ? 32ന്റെ പകുതി 16, 16ന്റെ പകുതി 8. ഓക്കെ, അടുത്തത് 350ന്റെ 14% വേണം അല്ലെ? അത് നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് എഴുതി തന്നെ വേണമെങ്കിൽ ചെയ്യാം. 350ന്റെ എത്ര ശതമാനം? 14% അല്ലേ? അപ്പൊ 14% എന്ന് പറയുമ്പോൾ 14 ഡിവൈഡഡ് ബൈ 100 കൊടുക്കാമല്ലോ. ഇത് ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പൊ ഈ ഒരു 5ഉം ഇവിടുത്തെ ഒരു 5ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 7 കിട്ടും, ഇവിടെ ഒരു 2ഉം കിട്ടും അല്ലെ? ഈ 2ഉം ഈ 14ഉം കൂടെ ക്യാൻസൽ ചെയ്തോളൂ, അപ്പൊ 7 കിട്ടി. അപ്പൊ ശരിക്കും 350ന്റെ 14%. അപ്പൊ 350ന്റെ 10% എത്രയാ? 35 അല്ലെ? അപ്പൊ അതിന്റെ 4% എത്രയാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? 14 എന്ന് പറയാം അല്ലെ? 35ഉം 14ഉം കൂടെ കൂട്ടിയിട്ട് 49 എന്ന് എഴുതിയാലും മതി കേട്ടോ. ഏതായാലും ശരിയാ. ഓക്കെ, അപ്പൊ 24ന്റെ 25%, അതുപോലെ 32ന്റെ 25%, അതുപോലെ 14% ആരുടെ? 350ന്റെ. ഇവരെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യണം. എങ്ങനെയാ? 6, 8 തമ്മിൽ കൂട്ടുക, 49 കുറയ്ക്കുക അല്ലെ? 6ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 14 എന്നാണ്. 14ൽ നിന്ന് 49 കുറയ്ക്കാനാ. 14ൽ നിന്ന് 49 കുറയ്ക്കാം. അപ്പൊ 49 നിന്ന് 14 കുറയ്ക്കുക, എത്ര കിട്ടും? 35 എന്ന് കിട്ടും. അതിൽ ഏത് ചിഹ്നം കൊടുക്കുക? മൈനസ് അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ -35 എന്നാണ്. നല്ല ചോദ്യമാണ് കേട്ടോ. ഇതിനകത്ത് കോമൺ ഒന്നും എടുത്ത് വെറുതെ സമയം കളയാൻ നിൽക്കണ്ട. ഒരുപാട് പേരുടെ പ്രശ്നമാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ എന്തൊക്കെ കോമൺ എടുക്കാം എന്നാലോചിച്ച് വെറുതെ സമയം കളയും. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. 24ന്റെ 25% 6, 32ന്റെ 25% 8. ഇതിൽ നിന്ന് ആരെ കുറയ്ക്കുക? 49നെ കുറയ്ക്കുക. ഇതാണ് കഥ. അപ്പൊ നമ്മള് 8ഉം 6ഉം കൂടെ കൂട്ടിയിട്ട് 14 എന്ന് എഴുതുക. 14ൽ നിന്ന് 49 കുറയ്ക്കുക. 49 നിന്ന് 14 കുറച്ചാൽ എത്ര കിട്ടും? 35. അതിൽ ഏത് ചിഹ്നം കൊടുക്കുക? മൈനസ് ചിഹ്നം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം. തെറ്റായോ? ക്ലിയർ ആയോ? വ്യക്തമായിട്ടുണ്ടോ? അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ 10 ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇതിനകത്ത് അധികം ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. പിന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുള്ളതും കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുള്ളതും ഒക്കെ ആയിരുന്നു. വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെയുള്ളത് അല്ലെ? ഒരുവിധം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സാം എന്ന് പറയാവുന്ന ഒരു ഏരിയ ആയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആയിരുന്നു. വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനെ കൂടി നിങ്ങളുടെ കളക്ഷനിലേക്ക് മാറ്റിക്കോളൂ. വരും പരീക്ഷകളിൽ ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.